ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ പേർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച കൊഞ്ചുതീയലാണ്. ചോറിനോടെയും കപ്പയുടെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാവുന്ന ഒരു സ്വാദിഷ്ടമായ റെസിപ്പിയാണ് കൊഞ്ചുതീയൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ചിരകിയ തേങ്ങയിട്ട് ഒന്ന് വറക്കുക. അതിലേക്ക് പച്ച ഉലുവ ഇടുന്നു. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് അതിലേക്കിട്ട് തേങ്ങയുമായി മിക്സ് ചെയ്യാം. പിന്നെ ഒരു 2 പീസ് സവാള ഇടുന്നു. അത് ചെറിയ ഉള്ളിയാണ് കൂടുതൽ രുചി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സവാളയാണ് ഇതിൽ ചേർക്കുന്നത്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായി വരട്ടിയെടുക്കുക. തേങ്ങ ഗോൾഡൻ കളർ ആകുന്നത് വരെ നല്ലോണം വറുത്തെടുക്കുക. ഏകദേശം തേങ്ങ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചില്ലി പൗഡർ, ഇതെല്ലാം ആദ്യം ഒന്ന് പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം തേങ്ങയുമായി കൂട്ടി യോജിപ്പിച്ചെടുക്കുക. നല്ലോണം തേങ്ങയുമായി മിക്സ് ചെയ്ത് പൊടി ഐറ്റംസ് വരുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യുന്നു. ഏകദേശം തേങ്ങയും എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലാക്കിയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം പേസ്റ്റാക്കി അരച്ച് മാറ്റിവെക്കാം. എന്നിട്ട് മറ്റൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് വഴറ്റുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ക്യൂബ് സൈസാണ്, അങ്ങനെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു 3-4 സവാളയും മുരിങ്ങയ്ക്കായും ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ഇളക്കുക. നല്ലോണം ഉള്ളിയുമായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്ക് ചെറുതായി ക്യൂബ് രൂപത്തിൽ അരിഞ്ഞു വച്ചേക്കുന്ന ഒരു തക്കാളി കൂടെ ചേർത്ത് സവാളയുമായി യോജിപ്പിക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പേസ്റ്റാക്കി അരച്ച് വച്ചേക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ച് വാളംപുളി, അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. മറ്റേ കുടംപുളി ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ വാളംപുളിയാണ് എടുക്കുന്നത്. അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തിള വരുമ്പോൾ നന്നായി വൃത്തിയാക്കി വച്ചിരിക്കുന്ന പ്രോൺസ് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രോൺസ് എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതിനെ നമുക്ക് ഒരു 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ അടച്ച് വയ്ക്കാം. അതിന് ശേഷം നോക്കുമ്പോൾ നല്ലോണം അരപ്പ് നല്ല പിടിച്ച് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഏകദേശം പ്രോൺസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കായും അതിൻ്റെ തക്കാളിയും സവാളയും എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഗ്രേവി തിക്കായി വരുന്നുണ്ട്. കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ അടിപൊളി സ്വാദിഷ്ടമായ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച
കൊഞ്ച് തീയൽ. നമുക്ക് ചോറിനോടെയും മരിച്ചിനിയിലൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.